ഇന്നലെ രാത്രിയാണ് കൊയിലാണ്ടിയിൽ CPMന്റെ ലോക്കൽ സെക്രട്ടറി സത്യനാഥൻ കൊല്ലപ്പെട്ടത്. ഈ സംഭവത്തിൽ പ്രതി അഭിലാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു രാഷ്ട്രീയ കൊലപാതകം അല്ല എന്ന് പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞു. പ്രതി അഭിലാഷ് നേരത്തെ CPM പ്രവർത്തകനായിരുന്നു. പക്ഷേ സത്യനാഥനുമായിട്ട് അഭിലാഷിന് വൈരാഗ്യമുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുകയായിരുന്നു അഭിലാഷ് എന്ന് പോലീസ് പറയുന്നു. ഇക്കാര്യം CPMും വിശദീകരണം നൽകിയിട്ടുണ്ട്. CPMും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. നേരത്തെ അഭിലാഷ് CPMൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. ഇക്കാര്യം CPMും വ്യക്തമാക്കിയിട്ടുണ്ട്. കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു PV സത്യനാഥ്. ക്ഷേത്രോത്സവത്തിനിടെയാണ് ഇങ്ങനെയൊരു ദാരുണമായ സംഭവം ഉണ്ടായതും ഈ ആക്രമണം നടന്നത്. അവിടെ നാട്ടുകാരുടെ പ്രതികരണം കേൾക്കാം. അതോടൊപ്പം തന്നെ CPM നേതാക്കളുടെ പ്രതികരണവും ആദ്യം കാണാം. ഒരു 10 മണിയോടുകൂടിയാണ്, അവസാന സമയത്താണ് ഗാനമേളയുടെ. ആ സമയത്ത് ഒരു സൗണ്ട് കേൾക്കുകയും ഞങ്ങളിവിടെ വന്ന് നോക്കുമ്പോൾ സത്യേട്ടനിവിടെ ചോരയിൽ കുളിച്ച് കിടക്കുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യുകയും 10 മിനിറ്റിനകം ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംസാരിക്കുകയെല്ലാം ചെയ്തിരുന്നു? ആരാണ് ചെയ്തത്? അങ്ങനെ എന്തെങ്കിലും ഇല്ല, അത് ഇതൊക്കെ ഞാൻ എത്തുമ്പോഴേക്ക് പുള്ളിക്ക് ബോധമുണ്ടായിട്ടില്ല, ഉണ്ടായില്ല. സ്ഥലത്തുനിന്ന് ആരെയും കണ്ടൊന്നുമില്ല. അത് കഴിഞ്ഞാണ് അഭിലാഷ് കീഴടങ്ങിയതല്ലേ? അതെ അതെ. ഈ അഭിലാഷ് ഇവർ തമ്മിൽ നേരത്തെ പരിചയമുള്ളവരാണോ? അടുത്തടുത്ത് വീട്ടുകാരാണ്. ഈ ക്ഷേത്രകാര്യങ്ങളോടൊക്കെ സഹകരിക്കുന്നുണ്ടായിരുന്നു? സത്യമായ ക്ഷേത്രകാര്യം മാത്രമല്ല, പൊതുവെ നാട്ടിൽ സോമനും എല്ലാവരും സഹകരിക്കുന്ന ഒരാളും കൂടിയാണ്. എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന വളരെ ഭംഗിയായിട്ട് കൊണ്ടുവന്ന ഒരാളാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നാടിനെ നടുക്കിയിരിക്കുകയാണ് മൊത്തം. കാരണം ഈ ഏരിയയിൽ അങ്ങനത്തെ ഒരു പ്രയാസവും ഇതുവരെ ഉണ്ടാകാത്തൊരു ഏരിയയാണ്. ഞങ്ങളിവിടെ ഇപ്പോൾ ഗാനമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗാനമേള ഇപ്പം തുടങ്ങി ഒരു 1-2 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട്. ഒരു 8 മണിക്ക് ഗാനമേള തുടങ്ങി ഒരു 10 മണിക്ക് ശേഷമാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഗാനമേളേൻ്റെ ഈ ഒരു സൗണ്ട് കാര്യത്തിലും ഒക്കെയാണുള്ളത്. എല്ലാവരും ഈ നമ്മളെ പരിപാടി നടക്കുന്നിടത്തിലാണ്. അല്ലാണ്ട് കുറച്ച് പ്രായമായവരൊക്കെ ഇങ്ങനെ മാറിയിരിക്കും. ഈ അമ്പലത്തിൽ തൊട്ടടുത്തുള്ള വീട്ടിലെല്ലാവരും ഇരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നിരുന്നായിരിക്കാം കക്ഷി. അപ്പോൾ നമ്മളൊന്നും കാണില്ല. നമ്മൾ പെട്ടെന്ന് ഗാനമേള നിർത്തിക്കഴിഞ്ഞാലാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നത്. ഞങ്ങൾ വളണ്ടിയേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ്. അഭിലാഷ് ഈ നാട്ടിൽ തന്നെ ഉള്ള ആളല്ലേ? അടുത്ത അയൽവാസി തന്നെയാണ്? അയൽവാസിയാണ്. നമ്മുടെ തൊട്ട് ഈ അമ്പലത്തിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ള വീട്ടിലേക്ക് ആദ്യമായിട്ട് എത്തിയതാണ് രാത്രി. എത്തിയത് എന്നെ സംബന്ധിച്ച് എനിക്കറിയാവുന്നത്, ഞാൻ അവിടെ കയറി വരുമ്പോൾ ഞാൻ പോവുകയാണ് പുറത്തേക്ക്. അതിന് ശേഷമുള്ളതൊന്നും എനിക്കറിയില്ല. ഇറങ്ങിപ്പോവാ. എപ്പോഴായിരുന്നു എത്തിയത്? ഒരു 9:30 മണി ആ സമയത്ത്. കൊലപാതകം നടത്തിയവന് പാർട്ടിയുമായിട്ടൊരു ബന്ധവുമില്ല. ഒരു 5-6 വർഷമായിട്ട്. 6 വർഷങ്ങൾക്ക് മുൻപ് പാർട്ടിയിലുണ്ടായിരുന്നു. പക്ഷേ സ്വഭാവം, ശീലം പാർട്ടിക്ക് മനസ്സിലായി. അപ്പോൾ പാർട്ടിയിൽ നീക്കം ചെയ്തു. പിന്നെ ദുബായിലോ മറ്റോ പോയി കുറച്ചു കാലം അവിടെയായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടൊരു 5-6 മാസമായി എന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ നവമാധ്യമ രംഗത്ത് ഇടപെടുന്നുണ്ട്. ആ ഇടപെടുന്നതെല്ലാം നോക്കിയാൽ ഒരു ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം, CPM വിരുദ്ധ മനോഭാവം പ്രകടിപ്പിക്കുന്ന ഒരു ശീലമാണുള്ളത് എന്ന് നവമാധ്യമ രംഗം നിരീക്ഷിക്കുന്നവർ പൊതുവെ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നിഷ്ഠൂരമായൊരു കൊലപാതകമാണ്. കൊലയാളി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നടപടികൾ പോലീസ് സ്വീകരിക്കും. ഈ സംഭവമായി ബന്ധപ്പെട്ട് ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ, കൊയിലാണ്ടിക്കാരൻ തന്നെ ആയിട്ടുള്ള ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ച് വിശദാംശങ്ങൾ മനസ്സിലാക്കും എന്നാണ് ഇപ്പോൾ പോലീസ് മേധാവികൾ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് അതൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ അത്തരം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനത്തിൽ പങ്കിട്ടെന്നോ ഉള്ള നിലയിലല്ല ഞങ്ങൾ അത്തരം ഏതെങ്കിലും ഈ അക്രമിയുടെ പിന്നിൽ ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളികളുടെ സ്വാധീനമോ സമ്മർദ്ദമോ ഇടപെടലോ അതുപോലുള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് പോലീസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണം വിധേയമാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി സംസാരിച്ചു. ഈ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ
ഇത്തരം രാഷ്ട്രീയ സംഘർഷങ്ങളൊന്നും പിന്നെ പ്രദേശത്ത് വർഷങ്ങളായി നിലനിൽക്കുന്നില്ല എന്നാണ് ഞാൻ. അതെ, കൊയിലാണ്ടി ഇവിടെയാണ്. കൊയിലാണ്ടി അത് പ്രാദേശികമായി കൊയിലാണ്ടി ഹർത്താൽ അറിയപ്പെടുന്ന ഒരു എല്ലാ രംഗങ്ങളിലും രംഗത്തും എല്ലാ കാര്യങ്ങളിലും ജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി ഇടപെടുന്ന ഒരു ഒന്നാം തരം പൊതുപ്രവർത്തകനാണ് കൊല്ലപ്പെട്ടത്. സ്വാഭാവികമായും നാട്ടിൽ വലിയ ദുഃഖം നടന്നിട്ട് നിൽക്കുന്നുണ്ട്. അത്തരമൊരു അന്തരീക്ഷത്തിൽ കൊയിലാണ്ടി നാളെ ഹർത്താൽ ആചരിക്കുന്ന കൊയിലാണ്ടിയുടെ CPIയുടെ നേതൃത്വം ആഹ്വാനം നൽകിയിട്ടുണ്ട്. ജനങ്ങളെല്ലാം അതുമായി സഹകരിക്കുന്നു. മറ്റു കാര്യങ്ങൾ പ്രതിയായ അഭിലാഷ് കുറ്റം സമ്മതിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MS അനീഷ് കുമാർ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. അനീഷ്, ഈ അഭിലാഷ് ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്ത് സത്യനാഥനെ കൊലപ്പെടുത്തി എന്ന് തന്നെയാണോ ഇപ്പോൾ? നേരത്തെ ഇപ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് കുറച്ച് വർഷങ്ങൾ ആയല്ലോ അല്ലേ? അപ്പോൾ ഇത് കാത്തിരുന്ന് നടത്തിയ ഒരു കൊലപാതകം ഇതാണോ ഇപ്പോൾ പോലീസ് പറയുന്നത്? തീർച്ചയായും ഈ സത്യനാഥനോടുള്ള വ്യക്തിവൈരാഗ്യമാണ് ഇത്തരമൊരു നിഷ്ഠൂരമായ കൊലപാതകത്തിലേക്ക് പ്രതിയെ നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഇക്കാര്യം പ്രതി പോലീസിനോട് ഇതിനകം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. താൻ തനിച്ചാണ് ഇത്തരമൊരു ക്രൂരകൃത്യം നടത്തിയതെന്നും പ്രതി സമ്മതിച്ചിരിക്കുന്നു. പ്രധാനമായും 6 വർഷം മുമ്പ് പാർട്ടിയിൽ നിന്നും ഈ അഭിലാഷിനെ പുറത്താക്കിയിരുന്നു. പ്രത്യേകിച്ചും ഈ മരിച്ച സത്യനാഥനും അഭിലാഷുമൊക്കെ അയൽവാസികളാണ്. ഒപ്പം ഈ ബ്രാഞ്ച് ഘടകത്തിൽ, അതായത് പ്രാഥമിക അംഗത്വത്തിലാണ് അഭിലാഷ് ഉണ്ടായിരുന്നത്. പക്ഷേ അഭിലാഷ് നിത്യമായി മദ്യപിക്കുകയും മറ്റ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് പാർട്ടിക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ്, അതായത് ഒരു പാർട്ടി അംഗം എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നില്ല അഭിലാഷിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സത്യനാഥൻ കൂടി മുൻകൈയെടുത്താണ് ഈ പാർട്ടി അംഗത്വത്തിൽ നിന്നും അഭിലാഷിനെ നീക്കിയത്. ഒപ്പം ശാന്ത ടീച്ചർ എന്ന നഗരസഭാ മുൻ ചെയർപേഴ്സന്റെ ഡ്രൈവറായിരുന്നു. ആ സ്ഥാനത്ത് നിന്നും മാറ്റി. ഈ ഡ്രൈവർ സ്ഥാനത്ത് നിന്നും നീക്കിയ ശേഷം CPMന്റെ തന്നെ നേതൃത്വത്തിലുള്ള പാലിയേറ്റീവ് കെയറിന്റെ ആംബുലൻസ് ഡ്രൈവറായി ജോലി നോക്കി വരികയുമായിരുന്നു. എന്നാൽ ഈ സ്ഥാനങ്ങളിലൊക്കെ നീക്കുകയും ചെയ്തു. ഇതിനുശേഷം ജോലിയില്ല, പാർട്ടിയിൽ നിന്നും പൂർണ്ണമായി അകന്നു കഴിയേണ്ട ഒരു അവസ്ഥ. പിന്നീട് 6 മാസത്തോളം ഗൾഫിൽ പോയി ജോലി നോക്കി അവിടെ നിന്നും തിരിച്ച് നാട്ടിലേക്ക് എത്തി. പിന്നീട് ഈ സർജിക്കൽ ഉപകരണങ്ങളും ഈ ഓക്സിജൻ സിലിണ്ടറും ഒക്കെ വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്തു വരുന്നത്. അതിന്റെ ഡ്രൈവറായി ജോലി നോക്കി വരികയായിരുന്നു. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അന്ധമായ പാർട്ടി സ്നേഹം ഈ അഭിലാഷിനുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോവുകയോ മറ്റും ചെയ്യാതെ കൃത്യമായി CPMൽ തന്നെ തനിക്ക് പ്രവർത്തിക്കണമെന്ന ഒരു ആവശ്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നിരന്തരമായി പിന്നീട് മദ്യപാനവും മയക്കുമരുന്ന് ഇടപാടുകളുമൊക്കെയായി ബന്ധപ്പെട്ട് അഭിലാഷ് നീങ്ങുന്നുവെന്ന് ആ പാർട്ടിക്ക് മനസ്സിലാക്കുകയും അക്കാര്യങ്ങളിലടക്കം ഈ സത്യനാഥിന്റെ അടക്കം ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് പാർട്ടിയിലേക്കൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് ഏതാണ്ട് അഭിലാഷിന് ബോധ്യമാവുകയും ചെയ്തു. ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതിനും ഒപ്പം മറ്റ് ഈ വരുമാന നഷ്ടം, ഈ ഡ്രൈവർ ജോലി നഷ്ടപ്പെടുക, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായതും ഈ സത്യനാഥൻ നിമിത്തമാണ് എന്നാണ് അഭിലാഷ് കരുതിയത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു പദ്ധതി ആസൂത്രണം ചെയ്ത് ഈ സത്യനാഥനെ വധിച്ച ശേഷവും ഇക്കാര്യം താൻ സത്യേട്ടനെ കൊന്നു എന്ന് നാട്ടിലെ ചില ആളുകളോട് ഇയാൾ പറഞ്ഞു. ഇതിനുശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് കൃത്യമായും ഒരു ആസൂത്രണം ഇക്കാര്യത്തിൽ ഇയാളുടെ ഭാഗത്തുനിന്നും ശരിയാണ്. എന്തായാലും ഇയാൾ മാത്രമാണ് എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. അതിനകത്ത് മറ്റു സംശയങ്ങൾ പോലീസിനില്ല. ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കൊലപാതകം, അത് വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ഉണ്ടായ ഒരു കൊലപാതകമാണ്. ഇക്കാര്യവും പോലീസ് വിശദീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് അഭിലാഷ് ഈ കുറ്റം സമ്മതിച്ചിരിക്കുകയും പോലീസ് സ്റ്റേഷനിൽ രക്ഷപ്പെടുവാൻ ശ്രമിക്കാതെ തന്നെ കീഴടങ്ങുകയും ചെയ്തത്. ഈ സംഭവ സ്ഥലം ഇതൊരു ക്ഷേത്ര ഉത്സവത്തിന്റെ സമയമായിരുന്നു. അവിടെ ഗാനമേള നടക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു ആക്രമണം അഭിലാഷ് നടത്തിയതും PV സത്യനാഥനെ കൊലപ്പെടുത്തിയതും. ആ സംഭവ സ്ഥലത്ത് നിന്ന് നേരത്തെ MS അനീഷ് കുമാർ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ രാത്രി 10 മണിയോടെ ചെറിയപുരം ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി ഈ വേദിയിൽ ഗാനമേള നടക്കുന്നതിനിടെയാണ് ഈ അക്രമ സംഭവം ഉണ്ടായത്. ഈ വേദിയിൽ ഗാനമേള നടക്കുന്ന സാഹചര്യത്തിൽ ഈ വേദിയുടെ സമീപത്ത് തന്നെയായിരുന്നു ക്ഷേത്രത്തിലെ എത്തിയ ആളുകളിൽ ഏറിയ പങ്കും. വലിയ തിരക്ക് ആ സമയത്ത് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. ഈ ബാരിക്കേഡുകൾ തീർത്തിരിക്കുന്ന ഇതിന്റെ 2 വശത്തുമായും മുൻഭാഗത്തുമായുമാണ് ആളുകൾ പൂർണ്ണമായും കേന്ദ്രീകരിച്ചിരുന്നത്. ഈ സമയത്താണ് ഇത്തരമൊരു സംഭവം ഈ ക്ഷേത്രത്തിന്റെ സമീപത്ത് തന്നെ നടന്നിരിക്കുന്നത്. ഏതായാലും ക്ഷേത്രത്തിന്റെ ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തുനിന്നും ഗാനമേള നടക്കുന്ന സ്ഥലത്തുനിന്നും ഏതാണ്ട് 100 മീറ്ററിൽ താഴെ ദൂരം മാത്രമാണ് ക്ഷേത്ര കമ്മിറ്റി ഓഫീസ് ഉണ്ടായിരുന്നത്. ഓഫീസ് തൊട്ട് അടുത്ത് ആ കാണുന്ന ഇടത്താണ് ഇത്തരമൊരു അത്യാവശ്യം നടന്നത്. ഗാനമേള അവിടെ നടക്കുന്ന സമയത്താണ് ഇവിടെ ശബ്ദം കേൾക്കുകയും ആളുകൾ ഓടി ഈ ഭാഗത്തേക്ക് വരികയും ചെയ്തതെന്നാണ് പറയുന്നത്. നമുക്ക് സ്ഥലം തന്നെ നോക്കാം. അതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ തൊട്ട് അടുത്ത്
വളരെ ചേർന്ന ഇടത്താണ് ഇതുള്ളത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ചെരുപ്പുകൾ ആ സ്ഥലത്ത് കിടക്കുന്നതും രക്തക്കറ പറ്റിയ പാടുകളും ഒക്കെ കാണാം. ഈ സ്ഥലത്തിൻ്റെ തിണ്ണയിൽ ഇവിടെയാണ് അദ്ദേഹം ഇരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഗാനമേളയ്ക്കായി അദ്ദേഹം എത്തിയതേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. നമുക്ക് ആളുകളോട് തന്നെ ചോദിക്കാം. അഭിലാഷിനെ പറ്റി അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും വ്യക്തിപരമായിട്ടുണ്ടോ അറിയില്ല. നാട്ടിലെ തന്നെ ആളാണ്, അയൽവാസി തന്നെയാണ്. എങ്ങനെയാണ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്? ആ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ താമസക്കാട്ടിയാണ്, ഇത് എൻ്റെ തറവാടാണ്, റിട്ടയർഡ് അധ്യാപകനാണ് ഞാൻ. കാര്യങ്ങളിൽ ഇവർ സത്യനായിട്ട് വ്യക്തിപരമായിട്ട് ഞാൻ അറിയാം. ശാന്ത സ്വഭാവക്കാരനാണ്, ആരായിട്ട് മറ്റ് പ്രയാസങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഈ പ്രദേശത്ത് എല്ലാം കൊണ്ടും ശാന്തമായിട്ട് ഉള്ളൊരു അന്തരീക്ഷത്തിലാണ് ജനങ്ങൾ ജീവിച്ചു വരല്. ക്ഷേത്രമായിട്ട് ഒരു പ്രശ്നങ്ങളും കാലം വരെ ഉണ്ടായിട്ടില്ല. ആളുകൾ തമ്മിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരിടമാണ് ഇതുവരെ ഉണ്ടായിട്ട്. അങ്ങനെയില്ല. എല്ലാവരും സൗഹാർദ്ദപരമായിട്ട് സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരാൾക്കും കുറ്റം. എന്തായാലും നാട്ടുകാർ വലിയൊരു ഞെട്ടലാണ്. കാരണം ഈ പ്രദേശത്ത് ഇത്തരത്തിലൊരു അനിഷ്ട സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികളോ വ്യക്തികളോ തമ്മിലുള്ള സംഘർഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഇതിലേക്ക് നയിച്ച കാരണം എന്നത് ഒരു പിടിയുമില്ലാത്ത അവസ്ഥയാണ്. ഈ സംഭവം നടന്ന ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതി അഭിലാഷ്, ഈ അദ്ദേഹത്തിൻ്റെ അയൽവാസി കൂടിയാണ് അഭിലാഷ്, ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങി താനാണിത് ചെയ്തതെന്ന് പറയുകയായിരുന്നു. 4ലധികം വെട്ടുപാടുകൾ ശരീരത്തുണ്ട്. അത് സർജിക്കൽ ബ്ലേഡ് വെച്ച് വെട്ടിയതാണ് എന്നാണ്. ഈ സർജിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഡ്രൈവറായി അഭിലാഷ് പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ CPMൻ്റെ അംഗമായിരുന്നു. എന്നാൽ അംഗത്വത്തിൽ നിന്നും 8 വർഷം മുമ്പ് ഈ അഭിലാഷിനെ നീക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ പകയും ഈ ഇത്തരത്തിലൊരു നിഷ്ഠൂരമായ കൊലപാതകം നടത്താൻ കാരണമായി എന്ന് പറയുന്നു. വ്യക്തിവൈരാഗ്യമാണ് നിലവിൽ ഈ കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്നാണ് പോലീസ് പറയുന്നത്. മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊക്കെ ഇതുവരെ അത്തരം ഒരു കാര്യത്തിലേക്ക് വലിച്ചുകൊണ്ടിട്ടില്ല. CPM ജില്ലാ സെക്രട്ടറിയും ഇത്തരത്തിൽ വ്യക്തി വൈരാഗ്യമെന്ന പോലീസിൻ്റെ കാര്യത്തോട് ഇപ്പോൾ തങ്ങൾ യോജിക്കുന്നു എന്നാണ്. മറ്റു കാര്യങ്ങൾ കൂടുതൽ പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഈ കൊയിലാണ്ടിയിലും സമീപ പ്രദേശങ്ങളിലുള്ള 4 പഞ്ചായത്തുകളിലും ഹർത്താൽ ആചരിക്കുകയാണ്. ജനം പൂർണ്ണമായും ഈ ഹർത്താലിനോട് സഹകരിക്കുന്നു. കാരണം നാട്ടുകാർക്ക് ഏറെ വേണ്ടപ്പെട്ട നാട്ടുകാരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ക്ഷേത്രവുമായും മറ്റിത്തരം കാര്യങ്ങളുമൊക്കെ സഹകരിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു സത്യനാഥൻ. എന്തായാലും ഈ മരണത്തിൻ്റെ ചുരുളഴിക്കാൻ അല്ലെങ്കിൽ ഈ അഭിലാഷിന് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടോ, ഒറ്റയ്ക്കാണോ ഈ കൃത്യം ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. MS അനീഷ് കുമാറാണ് കൊയിലാണ്ടിയിൽ നിന്ന് ഈ റിപ്പോർട്ട് നൽകിയത്. കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന PV സത്യനാഥന്റെ കൊലപാതകത്തിൽ അഭിലാഷാണ് പ്രതി എന്ന് കൃത്യമായിട്ടും പോലീസിന് മനസ്സിലായിരിക്കുകയാണ്. അഭിലാഷ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമാണ്. ഇത് രാഷ്ട്രീയ കൊലപാതകം അല്ല. പാർട്ടിയിൽ നിന്ന് പുറത്തായതിന്റെ ആ ഒരു ദേഷ്യത്തിലാണ് ഇങ്ങനെ ഒരു വ്യക്തി വൈരാഗ്യം കാരണം ഇത്തരമൊരു നിഷ്ഠൂരമായ കൃത്യം നിർവഹിച്ചത് അഭിലാഷ് എന്നാണ് പോലീസിന് ഇതുവരെ കിട്ടിയിരിക്കുന്ന വിവരം. മറ്റൊരു